തീർച്ചയായിട്ടും സ്വരാജ്. സ്വരാജ് തന്നെയാണ്. അതെ, ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? സ്വരാജിന്റെ നിലപാട്. പണം കൊണ്ടല്ല ജയിക്കണ്ടേ, പവർ കൊണ്ടല്ല ജയിക്കണ്ടേ, വ്യക്തിത്വം കൊണ്ട്, നന്മ കൊണ്ട്, സമൂഹത്തിന് വ്യക്തിപരമായ ഉപകാരങ്ങൾ കൊണ്ടാണ് ജയിക്കേണ്ടത്. സ്വരാജ് ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ മനസ്സിൽ സ്വരാജ് കൈയടക്കണമെന്നാണ്. പിന്നെ ഇവിടെ ഷൗക്കത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അൻവർ വന്നോടുകൂടി ഇപ്പോൾ ഇവിടെ നിലമ്പൂർ അൻവറും സ്വരാജും തമ്മിലാണ് മത്സരം. അപ്പോൾ ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകും. സ്വരാജ് നല്ല നേതാവാണ്, സംസാരം നല്ലതാണ്, അതുകൊണ്ട് 10,000 വോട്ടിന് ജയിക്കും. ഉറപ്പാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂരാണ്. നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് അത്യാവശ്യം നന്നായി കയറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് കൂട്ടച്ചർച്ചകൾക്കും ഒടുവിലാണ് 3 നേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, എല്ലാ പാർട്ടികളും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പ്രതീക്ഷ കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നതായിരുന്നു. പക്ഷേങ്കിൽ യാതൊരു തരത്തിലും UDF തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ നമ്മുടെ സ്വരാജിൻ്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM മുൻഗണനയിൽ വെക്കാതെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമല്ലാതെ തന്നെ ഷൗക്കത്തിൻ്റെ കാര്യവും. അപ്പോൾ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, അവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ഇത്രയും ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒരു കാലത്ത്. കാരണം 2026 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായിരിക്കും ജയിച്ചു കഴിഞ്ഞാലുള്ള മറ്റു കാര്യങ്ങൾ 2026 എങ്ങനെ ബന്ധിപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ജനങ്ങൾ എങ്ങനെയാണ് ഇത് നിരീക്ഷിക്കുന്നത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുവാണല്ലോ ഇവിടെ. എന്താ പ്രതീക്ഷിക്കുന്നത്? നിലമ്പൂർ ആര് കൈയടക്കും? തീർച്ചയായിട്ടും സ്വരാജ്. സ്വരാജ് തന്നെയാണ്. അതെ, ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? സ്വരാജിന്റെ നിലപാട്. രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു കാര്യം അതാണ്, നിലപാടാണ്. അതുള്ള നേതാവാണ് തീർച്ചയായിട്ടും. ജനങ്ങൾക്ക് വേണ്ടി അൻവർ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് പോലും എന്നാണ് അൻവർ പ്രഖ്യാപിച്ചത്. ഇവിടെ LDF കൂടെ വന്നിട്ടല്ല അൻവർ ഇവിടെ ജയിച്ചത്. അപ്പോൾ ആ LDF കൊടുത്ത വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇത്രയുള്ളൂ പറയാം. ചേട്ടാ, ഇപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനത്തുകൊണ്ടിരിക്കുകയാണ്. 3 നേതാക്കളും ഇഞ്ചോടിഞ്ച് പോരാട്ടം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഒരു പ്രതീക്ഷ? 3 നേതാക്കൾ എന്ന് പറയണ്ട, ഒരു നേതാവിനെ വിട്ടു. ഇവിടെ ഒന്ന് മിസ്റ്റർ എന്താണ് ആളുടെ പേര്? സ്വരാജ്. ഓക്കെ, ഈസ് എ വെരി ബ്രില്യൻറ്റ് മാൻ ആൻഡ് ഈസ് എ പൊളിറ്റീഷ്യൻ. ഇദ്ദേഹവും നല്ല പൊളിറ്റീഷ്യനാണ്. ആര്യാണ്ടൻ്റെ മോൻ എന്നുള്ള മക്കത്തായ മരുമക്കത്തായൊക്കെ നിർത്തണം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ PV അൻവർ എന്ന് പറഞ്ഞൊരു വ്യക്തി കൊട്ടേഷൻ കൊടുക്കില്ലല്ലോ, ചിലപ്പോൾ അടി കിട്ടും. ഇത് വേണ്ടല്ലോ. ഓക്കെ, ഷോർ. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുക. അപ്പോൾ അത് ഒരു വ്യത്യസ്തമാണല്ലോ. ഇവിടെ വേണ്ടത് പിന്നെ വേടം പറഞ്ഞ പാട്ടുകളാണ് വേണ്ടത്. വേടം എന്താ പറഞ്ഞത്? ജാതീയതയും വംശീയതയും പിന്നെ അതുപോലെ അടിമത്തൊക്കെ എന്നോ നിന്നിക്കണോ. രാജഭരണമല്ലല്ലോ, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലേ? ആണോ? അല്ലേ? യെസ്. അപ്പോൾ വളരെ ഉഷാറാവട്ടെ. ആര് ജയിക്കും എന്നില്ല എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ചാൻസ് ഞാൻ കാണുന്നത്, അത് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ. കാരണം ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ PV അൻവർ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വലിയ വലിയ ആളുകളെ പോയി കാണുക, ജയിക്കാൻ വേണ്ടി ആരെയും പോയിട്ട് കാണുക, പൂജകൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ ജയിക്കും. ഇദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ ജയിക്കും. അല്ല, അൻവറിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ ജയിക്കും. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ, സ്വന്തം അഭിപ്രായത്തിൽ ആര് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അതായത് ഈ പറഞ്ഞ ക്വാളിറ്റി കൊണ്ടും അല്ലെങ്കിൽ നാട്ടിൽ നടന്ന ഒരുപാട് വികസനങ്ങൾ കൊണ്ടും ഏത് ഭാഗത്ത്? ഒരു മിനിറ്റ് ലിസൺ ടു മീ ഫസ്റ്റ്. ഞാൻ ഈ നാട്ടുകാരനല്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ PV അൻവറിൻ്റെ പ്രചാരണത്തിന് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. PV അൻവറിനെ ജയിപ്പിച്ചു. ഞാൻ ഇവിടുന്ന് ഇടക്കര വരെ പോയിക്കണ് എൻ്റെ പൈസ ചിലവാക്കിയിട്ട്. ഇപ്പോൾ ഞാൻ കൊളോക്കൽ ലാംഗ്വേജിലേക്ക് വന്നിട്ടോ. കാരണം അപ്പോൾ അന്ന് ഇയാൾ എന്നെ കൊണ്ടുപോയി. ആര്? ഇദ്ദേഹമല്ല, വേറൊരു സുഹൃത്ത്.
അപ്പോൾ ഒന്ന് പോരടാ അവിടെ ഒരു പ്രചാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പണം കൊണ്ടല്ല ജയിക്കണ്ടേ, പവർ കൊണ്ടല്ല ജയിക്കണ്ടേ, വ്യക്തിത്വം കൊണ്ട്, നന്മ കൊണ്ട്, സമൂഹത്തിന് വ്യക്തിപരമായ ഉപകാരങ്ങൾ കൊണ്ടാണ് ജയിക്കേണ്ടത്. ഓക്കെ. ചേട്ടൻ, നിലമ്പൂരിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണോ ഒരു പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ചർച്ചകൾക്കൊടുവിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചോളാം എന്ന് പറഞ്ഞ അൻവറിനാണോ? ഇനി അതുമല്ല, പാർട്ടി നേതൃത്വങ്ങൾ എല്ലാവരും കൂടെ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചൊരു നേതാവാണ് എം സ്വരാജ്, അദ്ദേഹത്തിനാണോ മുൻതൂക്കമുള്ളത്? എനിക്ക് തോന്നുന്നത് സ്വരാജ് ഏട്ടനാണ് മുൻതൂക്കമാണ് തോന്നുന്നത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്, പക്ഷേ ഇദ്ദേഹത്തിനാണ് അനുകരിക്കുന്നില്ല. എന്താണ് പിന്നെ സ്വരാജ് ജയിക്കും എന്ന് തോന്നുന്നു? മൂപ്പര് നല്ല പ്രവർത്തകനാണ്, നല്ല പാർട്ടി ലെവലിൽ നല്ല ജനങ്ങൾക്ക് നല്ല ഉപകാരം ചെയ്യുന്നുണ്ട്. ഓക്കെ. മൂപ്പരെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ വികസനമോ അല്ലെങ്കിൽ ഇപ്പോൾ LDFന്റെ ന്യായങ്ങളോ ഒക്കെ ആണോ ഇതിലേക്ക് നയിച്ചത്? അതായത് ഈ ഒരു തീരുമാനത്തിൽ സ്വരാജ് ജയിക്കും എന്നുള്ളതിൽ? അതെ അതെ അതെ. സ്വരാജ് നല്ല ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല പ്രവർത്തിക്കുന്ന ആളാണ്. ആര്യാടൻ ഷൗക്കത്തിന് ഒരു ചാൻസും ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ആളല്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സ്വരാജിനെ അനുകൂലിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ. സ്വരാജിന് ഇത്തരത്തിൽ ഒരുപാട് പിന്തുണകൾ ഉണ്ടോ നിലമ്പൂർ? ഉണ്ട്, ഒരുപാട് പിന്തുണകളുണ്ട്. ഓക്കെ. അതായത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്, അതാണ്. ഓക്കെ. ഇപ്പം നിലമ്പൂർ ചൂടേറിയ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ 3 പേരുണ്ട്. എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വയ്ക്കാനില്ലാതെ 3 പേര് മത്സരിക്കുന്നുണ്ട്. ആര് നിലമ്പൂരിനെ കൈയടക്കണം എന്നാണ് വിചാരിക്കുന്നത്? എൻ്റെ മനസ്സിൽ സ്വരാജ് കൈയടക്കണമെന്നാണ്. പിന്നെ ഇവിടെ ഷൗക്കത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അൻവർ വന്നോടുകൂടി ഇപ്പോൾ ഇവിടെ നിലമ്പൂർ അൻവറും സ്വരാജും തമ്മിലാണ് മത്സരം. അപ്പോൾ ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകും. ഷൗക്കത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം ഇവിടുത്തെ ലീഗുകാർ വോട്ട് മൊത്തം അൻവറിന് പോകും. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് അൻവറിന് ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതല്ല. അൻവറിനൊരു പ്രാധാന്യമുണ്ട്, പക്ഷേ ജയിക്കുമെന്ന് എനിക്കറിയില്ല. ജയിക്കൽ സ്വരാജിന് തന്നെ ജയിക്കാം, ജയൻ സ്വരാജിന് തന്നെ ജയിക്കാം. സ്വരാജ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. ഞങ്ങളിവിടുത്തെ ഞങ്ങളെ നാട്ടുകാരാണ്. സ്വരാജ് ജയിക്കണമെന്നാണ്. അതെ. എന്താണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നല്ല ചൂടിൽ നിൽക്കുകയാണ്? അതെ അല്ലേ? വളരെ ഒരു വലിയ വഴക്കോ അല്ലെങ്കിൽ തുടർച്ചയായി ഒരുപാട് വിയോജിപ്പുകളൊക്കെ കൂടിക്കലർന്നിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. നിലമ്പൂർ അറിയപ്പെടുന്ന സ്ഥലമായി നിലമ്പൂർ. പിന്നെ ഇവിടെ LDF തന്നെ ജയിക്കുക. സ്വരാജ് നല്ലതാണ്, സംസാരം നല്ലതാണ്. പിന്നെ പാർട്ടി ചിഹ്ന കിട്ടിയിരിക്കണ്. LDF തന്നെ ജയിക്കുക. 10,000 വോട്ടിന് ജയിക്കും. LDF ഒരു സാധാരണക്കാരനെ അല്ല എത്തിച്ചത്, മെയിൻ ആയിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ്. അതാണ് സ്വരാജ് നല്ലൊരു നേതാവാണ്, സംസാരം നല്ലതാണ്. അതുകൊണ്ട് 10,000 വോട്ടിന് ജയിക്കും. ഉറപ്പാണ്, ഗ്യാരണ്ടി. അൻവറിന് യാതൊരു പ്രതീക്ഷയില്ല. അൻവർ ഇനി പോയി, ആ വീക്കാണ് പോയി. അൻവർ രാജിവെക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത ആൾക്കാരോട് പറയണം, രാജിവെക്കുകയാണ് പറയണം. നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരല്ലേ, ഒരു ജനങ്ങളോട് വിളിച്ചു കൂട്ടിയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാജിവെക്കുകയാണ്, അൻവർ പറഞ്ഞ കടമ ഉണ്ടായിരുന്നു, പറഞ്ഞില്ല. ഒപ്പര പൈസ ഇതിലും പോയി കുറേ പാർട്ടിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒരു പാർട്ടിയിലൊന്നും ഉണ്ടാക്കിയില്ല. പൈസ മുമ്പ് തടിമെന്ന് പോയത്, മുമ്പ് മുതൽ പോയത്, ഇനിയും പോകാൻ കിടക്കുന്ന പാവം. അതുകൊണ്ട് വെറുതെ നിന്ന് സമയം കളയേണ്ടതാണ്. അങ്ങനല്ല പറഞ്ഞത്, അതൊരു വാസിയാണ് മൂപ്പർക്ക്. ജയിക്കില്ല എന്തായാലും. അപ്പോൾ ഇവിടെ എം സ്വരാജ് തന്നെയാണ്. ഓക്കെ. ഷൗക്കത്തിന് യാതൊരു അത് പറയാൻ പറ്റില്ല. നമ്മളൊരു LDFന്റെ ആളായതുകൊണ്ട് പറയാണ്. കോൺഗ്രസ്സുകാർ ഇത് പറയും, നമ്മളതായിട്ട് പറയാം. നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവിനാണ് കിട്ടിയത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തീയതി അടുത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫലത്തിലൂടെ നമുക്കറിയാം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു നിലമ്പൂരിൻ്റെ ഒരു തുടിപ്പ് എന്താണ്, ആർക്കാണ് നിലമ്പൂരിൻ്റെ പൾസ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പൂർണ്ണമായും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്താണ് ഇവിടുത്തെ ഒരു ഫലം എന്നുള്ളത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ജനങ്ങളും.